അടുത്തെന്താണോ എന്തോ പ്രശ്നം. എത്ര നാളത്തെ കാത്തിരിപ്പ്. ഒരു ഇരട്ട പറ്റ സുഖമല്ലേ മള്ളി. പപ്പടത്തിന്റെ കണ്ടു കേട്ടോ. പപ്പടവും സാവേജിയുടെ മത്സരം എവിടെ എവിടെ ലൊക്കേഷൻ പറഞ്ഞേ. MG 8064 അവന്മാരും ബോഡി മാത്രമേ ഉള്ളൂ. പിങ്ക് സ്കൈലാണ് അവന്മാരെ കൊന്നോട്ടോ. പിങ്ക് സ്കൈലിന് MGയുടെ അടുത്തുള്ള ഒരു പിങ്ക് സ്കൈലം കണ്ട പിറ്റ് ചെയ്തോട്ടാ. പിങ്ക് സ്കൈല പിങ്ക് സ്കൈല അവിടെ നിന്ന് മാറി ലൈറ്റ് പിങ്ക് ആണോ? ലൈറ്റ് പിങ്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന മേലെയാണ് 8064 മേലല്ലേ? ആവശ്യം അവിടെ അവിടെ അവന്മാരെ ബോഡി ഉണ്ട്. അവന്മാർ ഇവിടെ നിന്ന് പോയി. അവന്മാര് പൊങ്ങി എന്റെ വണ്ടി എടുത്തോണ്ട് വേണ ഞാനോട് വരട്ടെ. കുറച്ച് നേരം വൈകുന്നേരം സിറ്റുവേഷൻ ഉണ്ടായിരുന്ന പറ്റുന്നിടത്ത് കയറാൻ പറയടാ. ബാക്കിയുള്ള ഞാൻ അവന്മാർ ഗ്യാങ് ഹൗസിന് പുറത്തുണ്ട്. ഇവന്റെ വണ്ടി ഞാൻ കണ്ടു. അതിനകത്ത് ഞാൻ കേട്ടില്ലടാ. 4 പേർക്ക് ഞങ്ങള് ഗ്യാങ് ഡ്രസ്സിലാ, ഗ്യാങ് വണ്ടിയിലാ. ഞങ്ങള് ചോദിച്ചോ ഒരു കാര്യം, നീയൊക്കെ ഗ്യാങ് ഡ്രസ് ഇട്. അല്ല അമ്മാരെ അല്ല അമ്മക്കിട്ടല്ല വണ്ടി അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നു. കണ്ട് വണ്ടി പൊട്ടിച്ചു. വണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. വണ്ടി പൊട്ടിച്ച് നമ്മള് വണ്ടി അപ്പുറത്തല്ലേ? ഇല്ലണ്ണ അണ്ണ അണ്ണ ഗ്യാങ് ഹൗസ് ആണ്. അമ്മരെ ഗ്യാങ് ഹൗസ് ഇല്ല അണ്ണ. അണ്ണ മറ്റേ ഇതിലിടുവോ? മറ്റേ ഇതില് നമ്മളത് MG വരെ പോവാണ്. ഒന്ന് ബാക്ക് ഇറങ്ങി നിൽക്കണേ. ഡൗൺ ആക്കിയിട്ട് നേരെ വണ്ടി എടുത്ത് ഗ്യാങ് ഒരു കാര്യം, നിങ്ങള് മറ്റേ വാച്ച് ആറ്റില്ല ഏത് ടിവിയിലെ ആര് എന്റെ വണ്ടി അണ്ണ ഇത്ര ചോദിച്ചാൽ എന്റെ വണ്ടി എന്തിനാ അവന്റെ ഗ്യാങ് ഹൗസ് ഇരിക്കണേ? ഞങ്ങളുടെ വണ്ടി എന്താ നിങ്ങളുടെ ഗ്യാങ് ഹൗസിൽ ഇരിക്കുന്നത്? ഇപ്പം അതാ ഞങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഞങ്ങൾ അവിടെ കണ്ടോണ്ടിരിക്കുന്നല്ലോ ബ്രോ. ഞങ്ങൾ സിറ്റുവേഷൻ അല്ല, നമ്മുടെ പ്ലേസ് തന്നെയാണ് അത്. നമ്മൾ കണ്ടോണ്ടിരിക്കണല്ലോ അവിടെ. നിങ്ങള് ഗ്യാങ് സിറ്റുവേഷൻ ആണെങ്കിൽ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് വരണം. വണ്ടി എടുത്ത് പൊട്ടിച്ചെത്തിരി ഗ്യാങ് ഡ്രസ് വണ്ടി നേരത്തെ ചത്തന്റെ ഫ്രസ്ട്രേഷൻ കാണിക്കില്ലേ? ആ രീതിക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ ആ രീതിക്ക് എടുക്ക്. നേരത്തെ എന്തിനായിരുന്നു പിന്നെ? അച്ഛനാണല്ലോ. അതായത് ഞാന് DDMലോട്ട് പോയിക്കൊണ്ടിരിക്കായിരുന്നു. ഇങ്ങോട്ട് ഏതൊരു ഒരാളുടെ വണ്ടി വന്ന് ഇടിച്ച്. അപ്പൊ ഞാനത് തിരിച്ചിടിച്ചു. എന്നിട്ട് തിരിച്ചിടിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആളെന്ത് പറഞ്ഞു, വീണ്ടും എന്നെ വന്ന് ഇടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഇടിച്ച് ഞാൻ അടിക്കുന്നു പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ TDM കളിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോഴാണ് പുള്ളി അമ്പി ഒന്നല്ലടാ ഉള്ള കാര്യമാണ്. നീ എന്ത് വെച്ച് അടിച്ച? നീ അത്ര പറഞ്ഞ നീ അങ്ങ് ഓർത്തിട്ട് പറഞ്ഞു എന്ത് വെച്ച് അടിച്ച? നീ ചത്തല്ലേ നിനക്ക് അങ്ങനെ ഓർമ്മ? പിന്നെ പത്ത് പേരിട്ട് മാസം അടിക്കല്ലേ? ഞാൻ കാര്യം പറയട്ടെ.
ഇവനൊക്കെ കുറച്ച് ഇവരെയൊക്കെ തള്ള ചുമ്മാ പപ്പു തെറി വിളിക്കല്ലേ. പപ്പു ഒരു കാര്യം പറയട്ടെ, ഈ നായിന്റെ മക്കളെ നേരത്തെ കുറച്ച് സോറി ഞാൻ തെറി വിളിച്ചു. ഈ നാടികളുടെ വൈകിട്ട് നീ എന്റെയൊക്കെ ഫ്രണ്ട് വന്നത് ഗ്യാങ്ങിന്ന്. ഹലോ ഹലോ കേക്കോ ബ്രോ, നമ്മുടെ വണ്ടിയാണ് അകത്ത് കിടക്കണത്. നമ്മുടെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോയതാണ്. ഞങ്ങൾക്ക് വണ്ടി ഇപ്പൊ മര്യാദക്ക് തന്നില്ലെങ്കിൽ അല്ലെ വെളി വന്ന് ഇതിന്റെ ഒരു ഇതാക്കില്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ നേരെ കൊന്നൊന്നും അറിയണ്ട. ഞങ്ങൾ ഗ്യാങ് ഹൗസ് ബ്രീച്ച് ചെയ്യും. ഞങ്ങൾ ഗ്യാങ് ഹൗസ് ബ്രീച്ച് ചെയ്യും. ഞങ്ങൾ HF ഗ്യാങ് ഹൗസിൽ ഇരിക്കും. നമ്മൾ കൊന്നേലല്ല, നമ്മളെ വണ്ടി വേണമെന്ന് പറയാൻ മതി. വണ്ടി അവൻ വന്നിട്ട് പോയാ മതി. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. എന്റെ വണ്ടി ഞാൻ ട്രാക്ക് ചെയ്തപ്പോ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഗ്യാങ് വണ്ടി ഗ്യാങ് ഡ്രസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബ്രോ അതൊക്കെ ബ്രോയെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ. എന്താവശ്യം അല്ല ഈ സിറ്റി വൈകിട്ട് ഗ്യാങ് പപ്പു സിറ്റിസായിരുന്ന പഠിച്ചതാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. അണ്ണ ഇവന്മാർ ഇത്ര മാന്യത പറയുന്നത്. സിറ്റുവേഷൻ ഏറെ അവന്റെ അച്ഛനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാനായിട്ട്. അതല്ല പപ്പു, വൈകിട്ട് നിന്നെ നീ സിറ്റിസൺ ആയിരുന്നപ്പോ ഗ്യാങ്ങായിട്ട് വന്ന് കൊന്നോർമ്മട്ടോ. കൊറേ അണ്ണ 2 പ്രാവശ്യം കൊണ്ട് ഇതാണ് ടിക്കറ്റ് വിളിക്കോട്ട് 14 ദിവസം വലിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ പിന്നെ ഇത് വേറെ സിറ്റുവേഷൻ ആണ്. ഞാൻ മറന്നു, ഈ സിറ്റുവേഷൻ മറന്നു. പക്ഷെ എന്റെ വണ്ടി എനിക്കത് വേണം. നമ്മള് വണ്ടി ഇവന്റെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് റേഡിയോ കോള് തന്നിട്ടുണ്ടല്ലോ, റേഡിയോ കോള് കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക്. അല്ലണ്ണ ഇപ്പൊ ഇവന്മാര് പറയും ഡ്രസ് ഇല്ലായിരുന്നു പറയും. വേണ്ട, നമ്മളെ വണ്ടി എടുക്കാൻ വന്നത്. നേരത്തെ വന്ന് കൊന്നപ്പോഴത്തേക്ക് അമ്മര് എന്തിനു വെറുതെ. അല്ലല്ല ഞാൻ പറയട്ടെ, നമുക്ക് ഗ്യാങ് ഹൗസിനകത്ത് കയറി വണ്ടി എടുക്കാനൊന്നും പറ്റത്തില്ല. വണ്ടി അടിച്ചു പൊട്ടിച്ച് നിങ്ങൾ കണ്ട്. ഞാൻ ഇത്ര വണ്ടി ഉണ്ടോ ഇല്ലെന്ന് നോക്കാനൊന്നും പറ്റത്തില്ല. ഇല്ല, അമ്മമാര് പറഞ്ഞ സിറ്റുവേഷൻ വിടണ്ണ. എന്റെ വണ്ടി ഇവിടെ ഇമ്മാരെ എടുത്തോണ്ട് പോയി. അത് മതി. അവന്മാര് സിറ്റുവേഷൻ നമുക്ക് വേണ്ട. ഇവന്റെ വണ്ടി ട്രാക്ക് ചെയ്തപ്പോ ഇതിനകത്ത് അതിനാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അത് തന്നിട്ട് പോയാ മതി. അവൻ പൊട്ടിച്ചത് നമ്മള് വണ്ടി പൊട്ടിക്കുന്ന കാണുകയും ചെയ്തു. വിളിച്ചിട്ട് ടൈം കൂടെ പറ, അല്ലെങ്കിൽ അവര് നല്ല ഡിലേ ആക്കും. 10 മിനിറ്റ് അല്ലെങ്കിൽ അവന്റെ ചപ്പം രണ്ടുപേരേ ഉള്ളൂ ഇപ്പൊ. ഈ രണ്ടുപേരും ഗുണത്തരം കാണിക്കുമ്പോ രണ്ടുപേരും അവന്മാർക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഒന്നും ഇല്ല അവന്മാർക്ക്. അല്ല, വൈകിട്ട് ഇവന്മാര് സിറ്റുവേഷൻ ആയിരുന്നു, അടിച്ചു. നമ്മളാരും ഇടപെട്ടില്ലല്ലോ. സിറ്റുവേഷൻ ആയിട്ടല്ലേ എടുത്തത്. ഒരു മീറ്റിംഗ് വിളിക്കാം. സാൻഡി എന്ന് പറഞ്ഞ മീറ്റിംഗ് വിളിക്കാം. വന്നില്ലെങ്കിൽ ഗ്യാങ് ഹൗസ് കയറിയിട്ടേ അറിഞ്ഞു വെച്ചോടും. അത് റിജക്ട് ആയാലല്ല ബ്രീച്ച് അല്ലല്ല, സിറ്റുവേഷൻ ട്രിഗർ ചെയ്തിട്ട് ഒരാളിട്. ഇപ്പൊ നമ്മള് വണ്ടി അടിച്ച് പൊട്ടിക്കുന്ന കണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ വണ്ടി അടിച്ച് പൊട്ടിച്ചു. നമ്മള് ചോദിക്കുന്നുള്ളൂ. സിറ്റുവേഷൻ പറഞ്ഞ അവൻ എന്റെ എന്ത് ഗ്യാങ് ഹൗസിലകത്തോ? സത്യം കൊണ്ടുപോയത് എങ്ങനെയാണ്? അവനാണ് ആക്കിയത്, ഗ്യാങ് സിറ്റുവേഷൻ ആക്കിയത്. നേരെ വണ്ടി കൊണ്ട് കയറ്റിയ ഗ്യാങ് ഹൗസിന്റെ അകത്ത്. അപ്പൊ പിന്നെ ഗ്യാങ് സിറ്റുവേഷൻ ഒക്കെ അവരല്ലേ, നമ്മളല്ലല്ലോ. അത്രേ ഉള്ളൂ. ഗ്യാങ് സിറ്റുവേഷൻ ആക്കിയത് അവന്മാര് തന്നെ എങ്ങനെ നോക്കിയാലും. അതെ, ഗ്യാങ് ഹൗസിന്റെ അകത്ത് കയറി HF ആണെന്ന് മനസ്സിലായി. അത്രേ ഉള്ളൂ കാര്യം. വൈകിട്ടേ കഴിയാട്ടെ ഇവന്മാർക്ക്. നമ്മള് വേറെ വള്ളി എടുക്കാൻ നടന്നുകൊണ്ടാണ് ഇവന്മാരായിട്ട് ഒന്നും ചെയ്യാതെ വിട്ടതേ. KBFC ആയിട്ട് വേറെ വന്നിട്ട് പോലും എടുക്കാതെ പോയമാരാണ് ഇന്ന്. ഇവിടെ വന്നിരുന്നത് ഒരുത്തനേ ഉള്ളൂ ഇപ്പൊ. അവന്റെ ഗുണത്തരം കണ്ടോ? ഇറങ്ങി കേട്ടാ, ഇല്ലണ്ണ, ഇത് മറ്റേ മാറിട്ടിട്ട് ഇമ്മർ ഗ്യാങ് ഹൗസ് ഇത് നമ്മൾ നിരങ്ങും. അവർക്ക് വേണമെങ്കിൽ ചോദിക്കാൻ വരട്ടെ. അപ്പൊ ഗ്യാങ് ഡ്രസ് ഇട്ട് വേറെ നോർമൽ സിറ്റിസൺ വണ്ടി എടുത്ത് അകത്ത് കയറി തൂക്കണം. നിന്റെ വണ്ടി അവ എടുത്തോണ്ട് പോയില്ല, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു സീനും ഇല്ല. അവൻ കയറി കവറെടുത്ത് കയറി തൂക്കുന്നു പറയാം. എന്റെ വണ്ടി പൊട്ടിച്ചെന്ന് നല്ല നമ്മൾ നീ കണ്ടല്ലോ. നീ ഗ്യാങ് അല്ലാതെ വേണമെങ്കിൽ കയറി വേണമെങ്കിൽ അറിയാം അവനൊക്കെ അതിട്ട്. ഇറങ്ങിട്ടേ പോകുന്നുള്ളൂ.
എടാ കൊറേ ഉണ്ടോ അവന്മാർക്ക് വലിച്ച് അണ്ണാക്കി കൊടു അതല്ലേ ഞാൻ പറയാനുള്ളത്. എടാ വീണ്ടും കൊറ വലിച്ചു ഇത് വലിച്ചു അണ്ണായി കൊടു സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഇപ്പൊ എല്ലാം വലിച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ പറയട്ടെ എനിക്ക് അറിയണ്ട അണ്ണ ഇത് ഇവര് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവര് ഇത് നമുക്ക് ബ്രീച്ച് ചെയ്യില്ല ബ്രീച്ച് ആയിട്ട് അകത്തിരുന്ന് നമ്മുടെ ഗ്യാങ് തൊട്ടിരുന്ന് ഇറങ്ങിയിട്ടാ അവന്മാര് ആളില്ലല്ലോ കണ്ട് പൊട്ടിട്ട് വരണമെങ്കിൽ വരട്ടെ സ്വന്തം വീട്ടിന് വിലയില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് പറയാനാ ഇങ്ങനെ സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഇറങ്ങിപ്പോയ അമ്മമാർക്ക് പുതിയ നിയമം വെച്ചിട്ട്. എടാ പിന്നെ അതെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോടാ വെളിയിരിക്കട്ടെ കുറച്ച് ദിവസം ഒന്നും ചെയ്യാൻ പറ്റാതെ മൂഞ്ചി വെളിയിരിക്കട്ടെ അങ്ങനെ ചെയ്തോടാ അങ്ങനെ ചെയ്തോട് നമ്മളെ ഇൻഫോം ആക്കാണ്ട് ഉമാർ സിറ്റി കയറി പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഓവർ ഊമ്പത്തിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ ഒരു കൂൾ ഡൗൺ വിടും അഡ്മിൻസ്. എടാ അതാ പറഞ്ഞത് അല്ലല്ല സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഗ്യാങ് സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഇറങ്ങിപ്പോയെന്നുള്ളത് കൊടുക്കാം. അപ്പൊ ഇവന്മാര് കുറെ ദിവസം സസ്പെൻഷൻ ആയിരിക്കും. വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ല നമ്മൾ ഇനി ബ്രീച്ച് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല അവന്മാര് സിറ്റിയിൽ ആളില്ലാത്ത നമുക്ക് ഒന്നും ആളില്ല 5 പേരില്ലാതെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. എടാ സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഇറങ്ങിപ്പോയിന് കൊടുക്കാമല്ലോ പണി. അകത്ത് കൊടുക്കണ്ടേ വെളി കൊടുക്കുന്നതിൽ എന്തൊരു ഇതാണ് ഇത് കൊറേ രാവിലോട്ട് എനിക്ക് ചൊറിഞ്ഞ വരും ഒരു കാര്യമില്ലാതൊക്കെയാണ് കുറച്ചു മുമ്പ് വെടിയിട്ടത് നമ്മള് കണ്ടോണ്ടിരുന്നല്ലേ. ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന അറിയാവോ ഇവിടെ FA കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ കഴിവേറികളൊന്നും ജന്മത്തെ സമയത്ത് നമുക്ക് പിടിച്ച് അടിച്ചു കൊടുക്കാൻ പറ്റൂല മനസ്സിലായില്ലേ. ഇല്ലെങ്കിൽ സിറ്റുവേഷൻ ട്രിഗർ ആക്കി കഴിഞ്ഞാൽ സിറ്റിക്കകത്ത് കെട്ടിയിടണവനേക്കാ ബ്രീച്ച് അടിക്കാൻ പറ്റില്ല. ബ്രീച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലാസ്റ്റ് ഇത് കാണിക്കുന്നത് രാവിലെ ഇത് തന്നെ ഇതാണ്ട് ഇപ്പഴും ഇത് തന്നെ സ്പോട്ടിൽ ഇറങ്ങിപ്പോയടാ കോള് വിളിച്ച് ഇത്രയും പറഞ്ഞിട്ടും. നാളെ ശനിയാഴ്ച അല്ലേ പിള്ളേർക്കൊക്കെ സ്കൂൾ അവധി ആയിരിക്കുമല്ലോ വരാൻ പറ. അത് ശരിയാണല്ലോ പിന്നെന്താ വരാത്തത്. സുഖാണ് ബ്രോ സുഖാണ് അതല്ലേ പറഞ്ഞത്. ഇതാരാ ഇവിടെ തലകുത്തി കിടക്കണേ? ഓ ഇവിടെ ഉണ്ടായിരുന്നാ സന്തോഷം കേട്ടാ കണ്ടാല്. നിന്റെ ഉടുപ്പിന് മൊത്തം പെണ്ണുങ്ങളുടെ സ്പ്രേയുടെ മണമായിരിക്കുമല്ലേ പറയില്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത്രയും നാളെ ഇതിന്റെ അകത്ത് കണ്ടാ മതിയായിരുന്നു എന്റെ കഴ ഇപ്പൊ മൊത്തം പുറത്ത്. വൈകുന്നേരം ഞാൻ വന്നപ്പോഴേ ഇപ്പൊ പറ്റില്ല അവളോട് രക്ഷയുടെ കൂടെയൊക്കെയാണ് നടത്താം. രക്ഷയോ അതാര് അലീമി നോക്കണമെന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ ശരിന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ എന്തിനു പുറകെയുണ്ടല്ലോ. ഞാൻ നോർമലി സംസാരിച്ചു ഹായ് അത്ര സംസാരിച്ചോളൂ. ഞാൻ ചോദിച്ചോ ഇവിടെ വരുന്ന ഞാൻ വരാം. ഇത് വാസുന്റെ